നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ മെഷറിങ് കറക്റ്റായിട്ട് അറിയാം? അതായത് നമ്മളിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ വാങ്ങിച്ച് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാവോ നിങ്ങളുടെ സ്ലീവ് ലെങ്ത് എത്ര, ടോപ്പ് ലെങ്ത്, ബോട്ടം ലെങ്ത്, സ്ലിറ്റ്, നെക്ക് സൈസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാവോ? ഇത്ര നെക്കിന് ഇത്ര ലെങ്ത് വേണം, വിഡ്ത്ത് വേണം എന്നൊക്കെ. അപ്പോൾ പലർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സൈസ് നമ്മൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ആളെടുത്ത് മെഷറിങ്ങിന് കൊണ്ടുപോയി നിന്ന് കൊടുക്കും, അവരുടെ രീതിക്ക് അങ്ങ് മെഷറിങ് ചെയ്യും, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊരു ഭംഗി ഉണ്ടാവേയില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അളവ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു ചുരിദാർ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു, അത് നമുക്ക് നല്ല ഓക്കെ ആണ്, പക്കാ കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മെഷറിങ് അപ്പം തന്നെ ടൈലറോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കുക. ഫോണിൽ സൂക്ഷിക്കേണ്ട, ഫോൺ പോകും, പിന്നെ ആ ഒരു മെഷറിങ് അങ്ങനെ അങ്ങ് പോയി പോകും. അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ഇന്ന കാര്യങ്ങളാണ്, ലൈൻ ഇങ്ങനെ, സ്ലിറ്റ് ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ, കോഡ് സെറ്റിൻ്റെ ഇത്ര സൈസ്, അങ്ങനെ ഓരോ മോഡലിൻ്റെ ഓരോ സൈസ് നമ്മൾ കോഡ് സെറ്റ് ഇങ്ങനെ, സ്ലിറ്റുള്ള ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ നമ്മൾ ഗൗണിന് ഇത്ര ലെങ്ത്ത് വേണം ഒക്കെ നമ്മൾ ലെങ്ത്ത് മെയിനായിട്ട് നമ്മുടെ സ്ലീവ് ലെങ്ത്ത്, ബോട്ടം ലെങ്ത്ത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. കാരണം നമ്മൾ റെഡിമെയ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടൊരു സൈസ് ചാർട്ടാണ്, അത് എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല. എനിക്കുള്ള ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് അങ്ങനെ സൂട്ടാവില്ല, കാരണം ഞാൻ ഓവർ സൈസാണ്, ലെങ്ത്ത് കൂടുതൽ വേണം എനിക്കൊക്കെ മെറ്റീരിയൽ റെഡിമെയ്ഡ് എടുക്കുകയാണെങ്കിൽ. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു റെഡിമെയ്ഡ് നമ്മൾ സൈസ് ചാർട്ട് കറക്റ്റ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ സൈസ് ചാർട്ട് കറക്റ്റായിട്ട് നോക്കുക. ആ ഒരു ലെങ്ത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫൈനലാക്കി എടുക്കുക. ചിലപ്പോൾ അവർ വേറെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും, അത് വാങ്ങിച്ച് നമ്മൾ വേറെ ചെയ്യുമ്പോൾ അത്ര ഭംഗി കിട്ടണമെന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈസ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അളവ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ആ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഓഫ് ആയിട്ടുണ്ടല്ലോ, അത് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് പലർക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കും, ആർക്കും അറിയില്ല, അവരുടെ അളവ് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള ലെങ്ത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്താണ് എൻ്റെ കുട്ടികളൊക്കെ. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഓക്കെ ആണോ ആ ഒരു സൈസ്, എങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ ത്രൂ റെഡിമെയ്ഡ് സെക്ഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ചുരിദാർ മെറ്റീരിയൽ ഈ ഓവർ സൈസ് കൂടുതലുള്ള ആൾക്കാർക്കും സൈസ് കുറഞ്ഞ ആൾക്കാർക്കും ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വാങ്ങി കറക്റ്റ് ഫിറ്റിങ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശരിയാവില്ല, റെഡിമെയ്ഡ് സെക്ഷൻ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരും ഹൈറ്റ് കൂടിയ ആൾക്കാരും ഒരു മീഡിയം സൈസുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർക്ക് റെഡിമെയ്ഡ് സെക്ഷൻ സൂട്ടാവും. അല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ അളവ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ലൊരു കളക്ഷനായിട്ട് വീണ്ടും വരാം.